ജനനായകൻ അത്ര പോരാ എന്ന് തോന്നുന്നുണ്ട് റിവ്യൂ കണ്ടിട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. നല്ല ഒരു വൈബായിരുന്നു. എല്ലാവരും നല്ല ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് നല്ല 2018 അതേ വൈബായിരുന്നു. റിലീസ് ചെയ്യാൻ ഇനി കത്തി റിലീസ് ചെയ്യണം. അത് വീണ്ടും കണ്ടപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് കണ്ട അതേ വൈബായിരുന്നു. റിലീസിന് വേണ്ടി കത്തി 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 വരണം. കത്തിയാ റിലീസ്. പറയാനുള്ളത് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. വീണ്ടും ആ 2017 കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോകാൻ പറ്റി. ഇത്തിരി സന്തോഷമാണ്. ഇനി ജനനായകനായിരിക്കും. കാണാൻ താല്പര്യമുണ്ട്. പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഏത് വന്നാലും കാണാം. ദീപാവലി വൈബ് അതേ കണക്കാണ്. അടിച്ചു പൊളിച്ച് അടുത്തതിന് നമ്മൾ നിറച്ച് കത്തി ചെയ്യുന്നുണ്ട്. കത്തി നമ്മൾ ഫാൻസർ ചെയ്യുന്നുണ്ട്. കാത്തിരിപ്പാണ്. 8 വർഷത്തെ കാത്തിരിപ്പുണ്ട്. മെറസൽ എന്ന് പറയുന്നത് ഓൺ ദി സ്ക്രീനിൽ വരെ ഇനി 8 വർഷത്തെ കാത്തിരിപ്പാണ്. 2017 ശേഷം 2025 അണ്ണം പറഞ്ഞ പീക്ക് എക്സ്പീരിയൻസ് ആണ്. പീക്ക് നമ്മള് ഇരിക്കാൻ സമയമില്ല. ഫുൾ ടൈം എണീറ്റിരിക്കുകയാണ്. ഓരോ ഷോട്ടും എണീക്കാനുള്ള ഷോട്ടുകളാണ്. പിന്നെ റഹ്മാന്റെ പാട്ടും സെറ്റായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇനിയും കാണും. ഇനി 10 വർഷം കഴിഞ്ഞാലും ഇതിനെ കാണും. ഗില്ലി കണ്ട് ഇനി ഇതിനെക്കാളും ഓളമായിരിക്കും. നല്ല പടം. റിലീസ് ഒരു പഴയ ഒരു മെമ്മറീസ് കിട്ടി. ഓളമുണ്ട്. പിന്നെ വിജയുടെ പടമില്ലേ. തിയേറ്ററിൽ മിസ്സായ പടമായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റിയ സന്തോഷം. അടിപൊളി. ഇതുപോലെ കണ്ടിട്ട് ഇപ്പൊ കുറെ സിനിമയായി. അടുത്തിന് ഏതെങ്കിലും പടം ഇതിലും നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാട് സോങ്സ് ഉണ്ടല്ലോ. ഈ പാട്ടൊക്കെ തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമായിരുന്നു. വൈബായിരുന്നു. അല്ല, ഇത് പഴയ പടം റീമാസ്റ്റർ ചെയ്ത് വന്നില്ലല്ലോ. 2017 ഇറങ്ങിയല്ലേ. അതുപോലെ തന്നെ വലിയ വ്യത്യാസം. നല്ല മൂവിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെയല്ല പൊതുവെ നമ്മൾ ഏത് ചെയ്താലും കാണാൻ വരാറുണ്ട്. പിന്നെ ഫാൻ ഷോ ആദ്യമായിട്ടാണ്. നല്ല എക്സ്പീരിയൻസ്. നല്ല പടമായിരുന്നു. അടിപൊളി പടമായിരുന്നു. രക്ഷയില്ലായിരുന്നു. നമ്മൾ 2014 കണ്ട ഫീൽ തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നു. നല്ല ആൾ തിരക്കും കാര്യങ്ങളൊക്കെ നല്ല ബഹളമായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ നിന്നു. രസമുണ്ടായിരുന്നു. എടുത്തു പറയാനായിട്ടുള്ള അറ്റ്ലീയുടെ മേക്കിംഗ് ആണ്. അറ്റ്ലീയുടെ പടം എന്തായാലും ആ ഒരു ഗുഡ് ക്വാളിറ്റിയിലേ എടുക്കുകയുള്ളൂ. പടം കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ വിജയുടെ ഈ ഒരു അഭിനയം നമ്മൾ എപ്പോഴും കാണുമെന്ന് ആഗ്രഹിക്കുന്നു. ഇതേപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഫാൻസിനൊപ്പം കാണാനായിട്ട്. ആലപ്പുറം സോങ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല വൈബായിരുന്നു. ഫാൻസിനോട് കാണാനുള്ള ഒരു ത്വര തന്നെയാണ് അതിനെ വന്ന കത്തി കണ്ടാ കൊള്ളാന്നുണ്ട്. ഒരു പഴയൊരു ഫീൽ കിട്ടിയിരുന്ന ഒരു പഴയൊരു 2017 നൊസ്റ്റാൾജിക് ഫീല്. കത്തി അത് തന്നെയാണ്. കത്തി റിലീസ് ഒന്നും വന്നിരുന്നേ കൊള്ളായിരുന്നു. കാരണം കഴിഞ്ഞ തവണയും അത് ഇവിടെ ഫാൻ ഷോ ഫിലിം ഫെസ്റ്റിവൽ പോലെ ഉണ്ടായിരുന്നെങ്കിലും അത് റിലീസ് വന്നിരുന്നേ കൊള്ളായിരുന്നു. കാരണം 2017 ഇറങ്ങിയ സമയത്ത് അജന്തയിലാണ് ഇത് കണ്ടത്. അന്ന് ഇവിടെ കാണണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇന്ന് കണ്ടതിൽ സന്തോഷം. വിജയ് ഫാൻ നല്ല സന്തോഷം.